വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 6 തിരുവചനങ്ങൾ 19 മുതൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിന്റെ 19 മുതൽ വാക്യങ്ങൾ. പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറുകയും മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് നല്ലതാകുന്നുവെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് ദോഷമുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ളതായ വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുവനെ വെറുത്ത് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനെ പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒപ്പം സേവിക്കുവാൻ കഴിയുകയില്ല. 3 നോയമ്പ് കഴിഞ്ഞ് വലിയ നോമ്പിനായിട്ട് ഒരുങ്ങുന്ന ഇടവേളയിൽ നമ്മൾ സ്വയപരിശോധനയ്ക്കായിട്ട് ഈ വേദഭാഗം വായിക്കുകയായിരുന്നു. 3 നോയമ്പിന്റെ മോഡൽ പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റവരെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ട്യൂഷനാണ് ഈ 18 ദിവസം. അതിന് ഈ വേദഭാഗങ്ങളെല്ലാം ഉതകട്ട് പബ്ലിക് പരീക്ഷയ്ക്ക് നല്ലൊരു തുക പണം അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പണമില്ലാത്തവരെ സ്വർഗത്തിൽ നിന്ന് കടം വാങ്ങിക്കണം. സ്വർഗത്തിൽ നിന്ന് കടം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അവിടെ സ്വല്പം നിക്ഷേപം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മിനിമം നിക്ഷേപമെങ്കിലും ഉണ്ടെങ്കിലേ കടം കിട്ടുകയുള്ളൂ. കടം ഉണ്ടെങ്കിലേ നമുക്ക് പരീക്ഷ പാസ്സായി വീടും വെച്ച് വീട് പൂർത്തീകരിച്ച് കർത്താവിൻ്റെ കല്യാണം കഴിഞ്ഞ് മണവാളിനോടത്ത് അവിടെ നിന്ന് ഉറങ്ങാനൊക്കെയുള്ളൂ. അതുകൊണ്ട് പബ്ലിക് പരീക്ഷ പാസ്സാകുക എന്നുള്ള ആക്കോടെ മോഡൽ പരീക്ഷയ്ക്ക് തോറ്റവരെ ജയിപ്പിക്കാൻ വേണ്ടി ഈ വേദഭാഗങ്ങൾ ദൈവാത്മാവ് നമ്മളെ ഒന്നോട് പഠിപ്പിക്കാൻ കർത്താവിനെ ആശ്രയിക്കുന്നു. അത് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഹൃദയ കാഠിന്യങ്ങളോടും വിശ്വാസത്തോടുകൂടി യാത്ര തുടരാൻ ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ കണ്ണിട്ടുണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവർ, നോയമ്പിന് ശേഷം 50 നോയമ്പിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ഇടവേളയിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ധ്യാനിക്കാൻ ലഭിച്ച ഈ ഭാഗ്യകരമായ ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ സഭാജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ പല മണ്ഡലങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടവരായതുകൊണ്ട് നിരാശപ്പെടേണ്ട. ജയിച്ചവനായ കർത്താവ് നമ്മളെ ജയിപ്പിക്കും എന്നുള്ള പ്രത്യാശയാണ് 1 കൊരിന്ത്യർ 15:57 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടേണ്ട. നമ്മുടെ പാപശാപ പരാജയങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് പാപം ചെയ്തില്ലെന്നും പാപമാക്കപ്പെട്ട് നമ്മുടെ പാപത്തിൻ്റെ എല്ലാ ശിക്ഷയേറ്റ് നമ്മളെ നീതീകരിപ്പാൻ കർത്താവിൻ്റെ നീതിയുടെ ഉപായത്തിനകത്ത് നമ്മളെ പൊതിഞ്ഞു വെച്ച് നമ്മളെ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുവാൻ തിരുമനസ്സായ ആ ദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ജയിക്കുന്നവർ കർത്താവിനോട് വാഴും എന്ന് വെളിപ്പാട് പുസ്തകത്തിലും തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യാശ അതാണ്. തോറ്റവരായ നമ്മളെ കർത്താവ് ജയിപ്പിച്ചിട്ട് കൃപയാൽ നമുക്ക് രക്ഷ നൽകി കർത്താവിൻ്റെ തേജസ്സിൻ്റെ പങ്കാളികളാക്കി കർത്താവിൻ്റെ കൂടെ ഇരുത്തും. അത് നിത്യജീവിതമാണ്. ആ നിത്യജീവിതത്തിൻ്റെ നിത്യ ആനന്ദങ്ങൾ നമ്മുടേതാക്കുവാൻ ഈ താൽക്കാലിക ലോക ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കുവാൻ നമ്മളെ ശ്രമിക്കുകയാണ്. വരാൻ പോകുന്ന 50 നോമ്പിലൂടെ വിജയം കൈവരിച്ച് ഉയർപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിച്ച് സ്വർഗാരോഹണ പെരുന്നാളിൽ നമ്മളും നമ്മുടെ പ്രാണനും നമ്മുടെ ജീവനും സ്വർഗത്തോളം എത്തി കർത്താവിൻ്റെ ഓരോങ്കിലും ആ പ്രാണനെയും കൊണ്ട് കർത്താവ് മടങ്ങി വന്ന് മണവാട്ടി സഭ രൂപം കൊള്ളുമ്പോൾ നമ്മളെ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള ആക്കോടെയാണ് നമ്മൾ സഭാജീവിതം നയിക്കുന്ന ഉറപ്പിക്കുന്നത്. അപ്പോൾ 50 നോയമ്പാകുന്ന ആ പബ്ലിക് പരീക്ഷയിൽ ജയിക്കുവാൻ തോറ്റുപോയവരുടെ ജീവചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. തോൽവികളിൽ നിന്ന് വിജയത്തിൻ്റെ പാഠം പഠിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ഹോംവർക്കിനായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായമുള്ള വിശുദ്ധ ബൈബിൾ എടുക്കുകയാണെങ്കിൽ, വിശുദ്ധ ബൈബിളിൻ്റെ കോപ്പി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എന്ന പേരിൽ ഈ ബൈബിൾ എഡിറ്റ് ചെയ്ത
ആ എഡിറ്റർ തൻ്റെ സ്വന്തം അഭിപ്രായം ഒരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ബൈബിൾ പഠനത്തിന് സഹായകരമായുണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. 1211 പേജിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ ഇടയിൽ ഒറ്റ നോട്ടത്തിൽ എന്ന തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള ട്യൂഷനുള്ള വിഷയം അതിനകത്തുണ്ട്. തോറ്റ 14 പേരുടെ ചരിത്രം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ബുക്കിലിട്ട് എഴുതിയെടുത്ത് അത് എഴുതിയെടുക്കാൻ നേരെയില്ലെങ്കിൽ ഈ വേദോത്സവം ഉള്ളവരത് നോക്കി ഒറ്റ നോട്ടത്തിൽ അത്യാഗ്രഹത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന പേരിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെല്ലാം നമ്മളെ പരാജയപ്പെടുത്തിയ വിഷയങ്ങളാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാകണം എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്, നിന്റെ ഇഷ്ടം ഭൂമിയിലാകണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവേഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഒന്നാം സ്ഥാനം വന്നിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കുന്ന പിശാചാണ് ജയിക്കുന്നത്. അപ്പോഴും നമ്മൾ തോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വയത്തിൽ ഒളിച്ചിരിക്കുന്ന പിശാചിനെ വെളിയിലാക്കി യേശുവിനെ അവിടെ ആക്കി യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ യേശുവിൻ്റെ തലയോട് ചെന്നുവിടലായി നമ്മൾ മാറും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ വല്യമ്മച്ചി ഹവ്വ തോറ്റ വിഷയം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വിലക്കപ്പെട്ട കനിയിലൂടെയാണ് ഹവ്വ തോറ്റത്. അപ്പം വിലക്കപ്പെട്ട എന്തിനെങ്കിലും നമുക്ക് താല്പര്യം തോന്നുന്നെങ്കിൽ നമ്മളെ തോൽപ്പിക്കാനുള്ള പിശാചിന്റെ കെണിയാണെന്ന് വിചാരിച്ചോളൂ. ആ ഹവ്വയുടെ സ്വഭാവം നമ്മുടെ രക്തത്തിലുള്ളതുകൊണ്ട് വിലക്കപ്പെട്ടതിനോടൊക്കെ ഒരു താല്പര്യം വരാം. അപ്പോൾ ഒന്നുകൂടെ രണ്ടാം ജന്മത്തിൻ്റെ അനുഭവത്തിൽ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിച്ച് എനിക്ക് എൻ്റെ യേശുവിനോട് ചേരണം, എൻ്റെ കർത്താവ് എനിക്ക് തരുന്നത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ബലിപീഠത്തിൽ വെച്ചിട്ട് കർത്താവ് മാത്രം മതിയെന്ന് പറയുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പബ്ലിക് പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുമ്പ് കർത്താവ് ട്യൂഷൻ തരാൻ വേണ്ടി ഒറ്റ നോട്ടത്തിൽ ഈ വേദഭാഗങ്ങളെല്ലാം പഠിച്ചിട്ട് പരാജയങ്ങളെ വിജയത്തിന് ചവിട്ടുകൂടി ആക്കാമെന്നുള്ള പ്രത്യാശ നൽകുന്നു. വിലക്കപ്പെട്ട കനിയിൽ കൂടെ ഉണ്ടായ പരാജയം യേശുവിനെ എനിക്ക് മാത്രം മതി, യേശുവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് യേശു തരുന്നത് മതി എന്ന് പറഞ്ഞ് നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ലോത്തിന്റെ പരാജയം, ഏദൻ തോട്ടം പോലെ മനോഹരമായ സ്ഥലം കയറിയെടുത്ത അത്യാഗ്രഹത്തോടെ മോഹിച്ചെടുത്തതായ സ്ഥലം സമൃദ്ധിയുള്ള സ്ഥലമായിരുന്നു. ഏദൻ തോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ദൈവ ഇഷ്ടത്തിനേക്കാൾ സ്വന്തം ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ലോത്ത് കയറിയെടുത്തത് കൊണ്ട് ലോകത്തിന് അത് അനുഭവിക്കാനൊത്തില്ല. അതെല്ലാം കത്തി തകരുന്നത് കാണേണ്ടി വന്നു. ഭാര്യയും പോയി, മക്കളുടെ കല്യാണവും തകർന്നു. അങ്ങനെ വിവാഹപ്രായം കഴിഞ്ഞ് കല്യാണം കഴിയാൻ 2 പെമ്മക്കളുടെ കൂടെ പോയി ഗുഹയിൽ താമസിക്കേണ്ടി വന്നു. ആ കുടുംബവും തകർന്നു. അശുദ്ധരായ 1-2 ജാതികളുടെ വല്യപ്പനായിട്ട് അയാളങ്ങ് മാറി. ഈ ഗതിയുടെ നമുക്ക് വരല്ലേ എന്ന് വിചാരിച്ച് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം ഈ വരുന്ന 50 നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വായിക്കാമെങ്കിൽ, പഠിച്ച് ധ്യാനിക്കാമെങ്കിൽ നമുക്ക് പരാജയത്തിൻ്റെ ഏതിലും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലുണ്ടെങ്കിൽ അതിനോട് യാത്ര പറയാൻ ഇടയാകുമെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഹവ്വായുടെ പരാജയം, ലോത്തിന്റെ പരാജയം എല്ലാം അവിടെ അത്യാഗ്രഹത്തിൽ കൂടിയാണ് വന്നത്. അത്യാഗ്രഹം വിഗ്രഹസേവയാണെന്നാണ് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്യാഗ്രഹങ്ങളെല്ലാം വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിനകത്ത് അത്യാഗ്രഹം ഉണ്ടാക്കുന്ന പിശാച് ഒളിച്ചിരിക്കും. നമ്മുടെ ശക്തി വലിച്ചെടുക്കും. അതിനെ പാതാളത്തിലേക്ക് പ്രാണനെ കൊണ്ടുപോകും. അത് മൃത്യുവും നമ്മളെ മേയിക്കും. പാതാളം പാർപ്പിടവുമാകും. ഉൽപ്പത്തി പുസ്തകത്തിലെ 25-ാം അധ്യായം 31 മുതൽ 27-ാം അധ്യായത്തിന്റെ 6-29 വരെയൊക്കെയുള്ള ഭാഗത്തിൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ട യേശാവിന്റെയും യാക്കോബിന്റെയും കഥയിലെ ജ്യേഷ്ഠാവകാശം, പിതാവിന്റെ അനുഗ്രഹം ഇവയൊക്കെയും അത്യാഗ്രഹത്തിൽപ്പെട്ടപ്പോൾ യേശാവും യാക്കോബും ഒക്കെ അവിടെ എങ്ങനെയാണ് പെരുമാറിയെന്ന് നോക്കി അതിൽ നമുക്ക് വിജയത്തിന്റെ പാഠങ്ങൾ പഠിക്കാം. 2 പത്രോസ് 2:15 ബിലയാമിന്റെ കാര്യം പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. ബിലയാം സമ്മാനം വാങ്ങിച്ച് സമ്മാനത്തിലൂടെ കണ്ണുമങ്ങി ദൈവവചനം വിട്ട് പരാജയപ്പെടുന്നതായിട്ട് കാണും. ആഖാന്റെ പാവത്തെക്കുറിച്ച് ധനമോഹം കൊണ്ട് യോശുവ 7:21 ധനമോഹം ആഖാനെ പരാജയപ്പെടുത്തി ആഖാനെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടി വന്ന ഗതികേട് വന്നു.
ദാവീദിന്റെ പരാജയം 2 ശമൂവേൽ 11:2-5 വരെ ഒരു സ്ത്രീയിൽ കൂടെയാണ് ആ പരാജയം വന്നത്. അപ്പോൾ സ്ത്രീ പുരുഷന്മാരിലൂടെ ഉണ്ടാകുന്ന പരാജയങ്ങൾ. 1 രാജാക്കന്മാർ 21:2-16 വരെ മുന്തിരിത്തോട്ടം വിഗ്രഹമായി മാറിയപ്പോൾ ആഹാബ് പാപം ചെയ്ത് പരാജയപ്പെടുന്നതായിട്ട് കാണും. 2 രാജാക്കന്മാർ 5:20-27 വരെ ഗേഹസിയുടെ പരാജയം സമ്മാനത്തിൽ കൂടിയാണ്. മോഹിക്കുന്ന വസ്ത്രം, ധനം, വെള്ളി, പൊന്ന് മുതലായവയിൽ കൂടെ ഉണ്ടാകുന്ന പരാജയങ്ങൾ. ഗേഹസിക്ക് നയമാന്റെ പുരുഷൻ വരാനത് മുഖാന്തരമായി അത് പരാജയമായി. ലൂക്കോസ് 12:17-20 വരെ ധനികനായ വിഡ്ഢിയെക്കുറിച്ച് അവിടെ പറയുന്നു. സമ്പത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തി പരാജയപ്പെട്ട, ദൈവത്തെ നിധിയാക്കാതെ പോയ ഒരാളുടെ പരാജയം അവിടെ കാണുന്നു. യൂദായുടെ പരാജയം ധനമായിരുന്നു. യേശുവിനെ കളഞ്ഞ ധനത്തെ മോഹിച്ചു. മത്തായി 26:15-16 വാക്യത്തിൽ യൂദായുടെ പരാജയം എഴുതിയിരിക്കുന്നു. പരീശന്മാരുടെ പരാജയം ലൂക്കോസ് 16:14 അതും ധനമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8:18-21 വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പണം കൊടുത്ത് വാങ്ങിക്കാമെന്ന് വ്യാമോഹിച്ച ശീമോന്റെ പരാജയം. അപ്പോസ്തല പ്രവൃത്തി 24:26 ഫെലിക്സിനുണ്ടായ അപകടം അതും പണത്തിലൂടെയാണെന്ന് എഴുതിയിരിക്കുക. ഇന്ന് വായിച്ചു കേട്ട ലേഖനഭാഗം 2 തിമോത്തി 4:10 ലോകസുഖങ്ങൾ ദേമാസിനെ ദൈവത്തിൽ നിന്നും പൗലോസിൽ നിന്നും ഒക്കെ അകത്തി താൻ പരാജയപ്പെട്ടു. ഒരു ദൃഷ്ടാന്തമായിട്ട് ഒറ്റ നോട്ടത്തിൽ തിരിഞ്ഞു നോക്കി കണ്ടെത്തിയ കാര്യമാണ്. സമയം പോലെ ഇതൊക്കെ ഇരുന്ന് വായിച്ച് ഈ പരാജയങ്ങൾ ഞങ്ങൾക്ക് വരല്ലേ, അല്ലെങ്കിൽ വന്നെങ്കിൽ അതിൽ നിന്ന് ജയിപ്പിക്കണോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോമ്പെടുക്കാൻ തീരുമാനിക്കാം. അതുകൊണ്ട് നാളെ ഇവിടെ അവധിയാണ്. നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയി സങ്കേത ഭവനത്തിൽ വന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ, മഹാമുന്നെ സെന്റിനറിക്ക് പോയി കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതെല്ലാം ഇടവ വികാരിയച്ഛന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ ഇനിയുള്ള സങ്കേത ഭവനത്തിലെ പരിപാടികൾ അനുഗ്രഹകരമാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിങ്കളാഴ്ച മുതൽ പതിവ് പോലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ 7 തൊട്ട് 8 വരെയുള്ള കുർബാന, ബുധൻ വെള്ളി ദിവസങ്ങളിലെ 9 മുതൽ 12 വരെയുള്ള കുർബാന ധ്യാനം, വ്യാഴാഴ്ചയും ശനിയാഴ്ചയുള്ള 8:30 മുതൽ 11 വരെയുള്ള സമയം, ഞായറാഴ്ചകളിലെ 8 മണിക്ക് തുടങ്ങുന്ന ആരാധനയെല്ലാം മുൻപതിവ് പോലെ തുടരുവാൻ, അതെല്ലാം നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ധ്യാനോടെ സമാഹരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പലരും ഒന്നിച്ചു കൂടുന്നുണ്ട്. സമയമുള്ളവർക്ക് വരാവുന്നതാണ്. ഇന്ന് 2 മണിക്ക് തന്നെ തുടങ്ങി തന്നിട്ടിരിക്കുക. വേറെ പള്ളി പത്തനാപുരത്ത് ഉള്ള ഒരു പള്ളിയിൽ പെരുന്നാളിലും ധ്യാനത്തിനുമായിട്ട് പോകേണ്ടിയിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന സംഘം രൂപീകരിക്കുവാനും അത് വളർത്തുവാനുമുള്ള നിർദ്ദേശങ്ങളുമായി അതിൽ അനുഭവസ്ഥരായിരിക്കുന്നു നിർദ്ദേശങ്ങൾ നൽകുവാനും സഹായിക്കുവാനും വരുന്നുണ്ടെന്നുള്ള അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ,